ഭയങ്കര ഗുണമുള്ള സാധനമാണ്. ഈ മത്തി മാത്രമുള്ള എല്ലാ ദിവസവും വീട്ടിലുണ്ട് ചിലവരുടെയൊക്കെ വീട്ടിൽ. അതെന്നാന്ന് വെച്ചാൽ മത്തി കഴിക്കണം, ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് മത്തി നല്ല മീനാണ്. അമ്മ ഈ ദാഹിക്ക് നമ്മൾ ചായ ഉണ്ടാക്കി ചായ ഉണ്ടാക്കാൻ ഞാൻ മത്തി വെട്ടി കഴിയട്ടെ, ഇച്ചിരി ക്ഷമിക്കേ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ വീട്ടിൽ വരും. അപ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ സെൻറ്റ് ആൻസിൽ പഠിച്ചിട്ട് നടന്ന് ഞങ്ങളുടെ വീട്ടിൽ വരുന്നതിന് ഒരു മണിക്കൂർ കൂടുതലെടുക്കും. അപ്പോൾ 1 മണിക്കൂർ കൂടുതലെടുക്കുമ്പം അപ്പം നമ്മൾ അത്രയും നടന്നല്ലേ, ടയേർഡായിട്ടല്ലേ നമ്മൾ വരുന്നതേ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും എന്നാ അമ്മയൊന്നും അവിടെ കാണത്തില്ല. അമ്മ എവിടെ പോകും? പുല്ലൊക്കെ പറിക്കാൻ. പശു ആടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് പുല്ലൊക്കെ പറിക്കാൻ വേണ്ടി അമ്മയൊക്കെ പോയേക്കുമായിരിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, അവിടെ കാലത്തിലെ കുറച്ച് കാപ്പി കിടക്കും എപ്പോഴും. അമ്മ ഏറെ കാപ്പി അനത്തിയിടും. പണ്ടൊക്കെ അങ്ങനെ ഏറെ കാപ്പി അനത്തിയിടും. അമ്മ എനിക്ക് പലമീൻ മറക്കണേ. തരാം. എന്നിട്ട് ഈ കാപ്പി ഉണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യുന്നറിയോ, പെട്ടെന്ന് ഞാൻ സ്കൂൾ വിട്ട് വന്നവണ്ണം ഞാനില്ല യൂണിഫോം പോലും ഊരാതെ ഉണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് പോയി കാപ്പി എടുക്കും. ഒരു കപ്പിനകത്തെ ഒരു സ്റ്റീൽ കപ്പിനകത്ത് ഞാൻ കാപ്പി എടുക്കും. എന്നിട്ട് ഈ കാപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ കാപ്പി എടുത്തവിടെ വെക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ആടവിടെ ഞാൻ നോക്കും. ആടെല്ലായിടത്തും നോക്കും. ആടിങ്ങനെ അവിടെ നല്ല ഉറക്കമൊക്കെ ചിലപ്പോൾ കിടക്കും. അപ്പം ഞാൻ ആടിനെ പിടിച്ച് എണ്ണീപ്പിച്ചിട്ട് ഞാൻ ആടിനെ എല്ലാം ജസ്റ്റ് ഞാൻ ആടിൻ്റെ മുലയൊക്കെ ഒന്ന് കഴുകും, വൃത്തിയാക്കും. പാല് നമ്മൾ കറക്കാൻ വേണ്ടി എല്ലാം വൃത്തിയാക്കണം. അപ്പം ഞാൻ വൃത്തിയാക്കി കഴുകിയെടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ഈ കപ്പിനകത്ത് കാപ്പി ഇരിക്കുമല്ലേ, വലിയ സ്റ്റീൽ കപ്പാണ്, ഞാൻ അതും കൊണ്ട് പോയി അതിനകത്തോട്ട് ഞാൻ കറക്കും. അതിനകത്ത് കറന്നിട്ട് ഞാൻ എന്നാ ചെയ്യും, കാച്ചത്തൊന്നുമില്ല, നല്ല ആട്ടുംപാലാണ് നേരം, നല്ല നമ്മളെല്ലാം വൃത്തിയാക്കിയ ശേഷമല്ലേ ആടിനെ കറക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അത് കൊണ്ടുവന്ന് കുടിക്കും. അപ്പം നമുക്ക് അന്നത്തെ അതൊരു